വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആളെ ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞിട്ടല്ലേ ഒരു സംസാരിക്കാനും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? എത്രാമത്തെ ടേക്കാ ഞാൻ എടുത്തോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തില്ല. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ എടുക്കുന്നതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. കുറെ നാളായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇനി റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം ഗൂഗിളിൽ നിന്നൊക്കെ എനിക്ക് മെയിൽ വരാൻ തുടങ്ങി. വൈകാതെ അക്കൗണ്ടൊക്കെ പോവും, വേഗം വല്ല വീഡിയോ ഇട്ടോ എന്നുള്ളത് മെയിൽ വരാൻ തുടങ്ങി. അപ്പൊ ഇനി വെറുതെ കഷ്ടപ്പെട്ട് മോണിറ്റൈസ് ആക്കി എടുത്ത അക്കൗണ്ട് കളയണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ നാട്ടിലിരിക്കണ പോലല്ലേ, ഇവിടെ അങ്ങനെ ഈ ഒരു ഫ്ലാറ്റിന്റെ ഉള്ളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ബേക്കിങ്ങിലാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കുക, ചോക്ലേറ്റ്സ് ഉണ്ടാക്കുക, ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇതൊക്കെ തന്നെ എത്ര തന്നെ ചെയ്യും, കാരണം ഈ ചെയ്യുന്ന സാധനമൊക്കെ ഞാനും കൂടെ തിന്നുന്നുണ്ട്. ഓൾറെഡി വെയിറ്റ് ലോസ് ജേർണി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് ഇടയിൽ വീണ്ടും ഒന്ന് ബ്രേക്കായി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ കേക്കും കാര്യങ്ങളും ചോക്ലേറ്റ് ഒക്കെ കൂടെ തിന്നാനുള്ള അവസ്ഥ വളരെ മോശമാണ്. അപ്പൊ അതുകൊണ്ട് അതും ഞാനൊന്ന് മെല്ലെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതില് തൽക്കാലം ഇങ്ങനെ എടുക്കാനേ നിവൃത്തിയുള്ളൂ. സ്റ്റാൻഡൊക്കെ വെക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മോൻ വന്നിട്ട് സ്റ്റാൻഡിൻ്റെ താഴെ പിടിച്ച് വലിക്കും. അപ്പോൾ സ്റ്റാൻഡും ഫോണും എല്ലാം കൂടെ താഴെ വീഴും. സോ അതുകൊണ്ടാണ് കുറേ ആയിട്ട് വീഡിയോസേ എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാതിരുന്നത്. അങ്ങനെ മോർണിംഗ് സ്കിൻ കെയർ ആണ് കേട്ടോ ആദ്യം ചെയ്യുന്ന പരിപാടി. ഒന്നുമില്ല, ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുക. സ്ക്രബിൻ്റെ ഡേ ആണെന്നുണ്ടെങ്കിൽ സ്ക്രബ് യൂസ് ചെയ്യുക. പിന്നെ മോയ്സ്ചറൈസർ, ലിപ് ബാം, പിന്നെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മിനിമൽ സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ. പൊതുവേ എന്താ പറയുക, ചെറിയ കുട്ടികളുടെ അമ്മമാർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയ കാര്യമാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഫേസ് പാക്ക് ഇടുക, ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയായി. ദോശമാവ് ഉണ്ടായിരുന്നു, കറുമുറു ദോശ, നവധാന്യ ദോശ എന്നൊക്കെ പറയും. ചെയ്യില്ല പറയൂ, ചെയ്യില്ല. ഗുഡ് ബോയ്. മോൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയാറുണ്ട് കേട്ടോ, ചെയ്യില്ല പറയൂ, നോ പറയൂ എന്നൊക്കെ പറയും. അപ്പം അത് റിപ്പീറ്റ് പറയാറുണ്ട്. അതായത് നമ്മൾ പറയുന്ന വേർഡ്സ് എല്ലാം തിരിച്ച് റിപ്പീറ്റ് പറയാൻ അവൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെൻറ്റൻസ് ആക്കിയിട്ട് പറയാനും ശ്രമിക്കുന്നുണ്ട്. അതായത് ഞാൻ അടി ചെയ്യരുത് പറഞ്ഞാൽ അവനത് തിരിച്ച് അതേപോലെ പറയും. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ ദോശയും കുറച്ച് കടലക്കറിയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് മോന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് റൂമിൽ പോയി നോക്കിയാണ്. അത്ര നേരം എൻ്റെ കൂടെ നിന്നവനാണ്, അത്ര നേരം എൻ്റെ അടുത്തോടെ കളിച്ചുകൊണ്ട് നിന്ന ആളാണ്. സുഖമായി കിടന്നുറങ്ങി. അധികം ഉറക്കമൊന്നുമില്ല, ഒരു അരമണിക്കൂർ ഉറങ്ങി എണീക്കും. ഞാൻ അതിൽ 4 ദോശ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവന് 2, എനിക്ക് 2. കാരണം ഇത് നോർമൽ ദോശ അല്ലാത്തതുകൊണ്ട് 2 കഴിച്ചാൽ തന്നെ വയറ് നല്ല പോലെ നിറയും. അവൻ ആ ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന പണികളെല്ലാം ചെയ്യുക. സോ ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോഴേക്കും ഞാൻ അമ്മ വിളിച്ചപ്പോൾ അമ്മ അടുത്ത് കുറേ നേരം കത്തി വെച്ചു. സമയം പോയതറിയില്ല. നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ അറിയാം, 1 മണിക്കൂറിന് മേലെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. വാട്സാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് കട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അത്രയും നേരമായി എന്നുള്ളത്. അങ്ങനെ നാട്ടിലത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൻ എണീറ്റു. കുറച്ച് നേരം ഉറങ്ങി അവൻ എണീറ്റു. അപ്പോൾ അവന് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ആ ദോശ കൊടുക്കാൻ പോകുന്നതിന് മുമ്പേ ഞാൻ അവന് കുറച്ച് ചോറ് വെച്ചു. കാരണം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണില്ല എന്നൊരു തീരുമാനത്തിലായിരുന്നു. കാരണം ദോശ നല്ല ഹെവി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവന് മാത്രം ഒരു പിടി അരി ഇട്ടിട്ട് കുറച്ച് ചോറ് വെച്ചു. ബാക്കി ഞാൻ എന്തെങ്കിലും സ്മൂതിയോ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പിന്നെ ഇവൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കണമൊന്നും കാണണ്ട, ഇതുപോലെ ഒന്നും ഇരുന്ന് കഴിക്കാറില്ല. അന്ന് എന്തോ ഉറങ്ങി എണീച്ചതിൻ്റെ ഒരു ഇതിലാണെന്ന് തോന്നുന്നു. കുറച്ച് നേരമൊക്കെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കഴിച്ചു. സാധാരണ അവരുടെ പിന്നാലെ ഓടിയിട്ടാണ് ഞാൻ ഭക്ഷണം കൊടുക്കാറുള്ളത്. പിന്നെ അതിനുശേഷം വെള്ളം കൊടുത്താണ് ആളിങ്ങനെ മുകളിലേക്ക് വെക്കുക എടുക്കുക. അവനതൊരു കളിയായിട്ട് തോന്നുന്നു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തപ്പോഴാണ് അവൻ അത്രയും ഹൈറ്റ് വെച്ചു എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഓക്കെ, ഞാൻ ചോറിന് പകരം അതിനെ കഞ്ഞിയാക്കിയിട്ട് അവന് കൊടുത്തു. കുറച്ചൊരു ജലദോഷം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കഞ്ഞിയാക്കിയിട്ടാണ് കൊടുത്ത്. അതിന് ശേഷം എനിക്കൊരു സ്മൂത്തി ഉണ്ടാക്കി. ഇതിനെ നമുക്ക് ബനാന ചോക്കോ സ്മൂത്തി എന്നൊക്കെ നമുക്ക് വിളിക്കാം. കാരണം ഇത് ഞാനൊരു ചോക്ലേറ്റ് ഫ്ലേവറും വേണം, ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് പഞ്ചസാരയൊന്നും ഇടാണ്ട് ഡേറ്റ്സ് ഇട്ടിട്ട് പഴവും എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ ഒരു സ്മൂത്തി ആക്കിയതാട്ടോ. ഹെൽത്തിയാണ്, എന്നാൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും എന്നുള്ളൊരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
പക്ഷേ ഫില്ലിംഗ് ആയോ ചോദിച്ചാൽ ഇല്ല. ഞാനതിൽ ഓട്സ് ഇട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് വയറങ്ങനെ ഫില്ലിംഗ് ആയിട്ട് തോന്നിയില്ല. പകുതിയും ഇവനാണ് കേട്ടോ കഴിച്ചത്, ഞാനല്ല. പകുതി അവനാണ് ആ സ്മൂത്തി കുടിച്ചത്. അവന് ജ്യൂസ് സ്മൂത്തീസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം ഞാൻ കാർട്ടൂൺ കുറച്ച് നേരം അവന് വെച്ച് കൊടുത്തു, ഫുൾ ടൈം വെച്ച് കൊടുക്കില്ല. അത് കഴിഞ്ഞ് ഞാനൊരു സിനിമ ഇട്ടിട്ട് ഞാനത് കണ്ടുകൊണ്ട് ആ സ്മൂത്തി കുടിച്ചു, അവനും വന്ന് കുടിച്ചു. അങ്ങനെ മാറി മാറി കുടിച്ചുകൊണ്ടിരുന്നു. 4 മണി ആ സമയമായെന്ന് തോന്നുന്നു. 4 മണി ആ ഒരു സമയമാകുമ്പോഴേക്കും വീണ്ടും ആളൊരു ഉറങ്ങി. പൊതുവേ ഇങ്ങനെ ഉറങ്ങാറില്ല. രാവിലെ ഇടയിലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഉറക്കം പതിവില്ല. എന്തോ ആൾക്കന്ന് നല്ല ഉറക്കം വന്നുകൊണ്ട് ഉറങ്ങി. അതൊരു 1-1.5 മണിക്കൂറോളം ഉറങ്ങി. ആൾ എണീച്ചു. പാൽ കുടിക്കാനുള്ള സമയമായപ്പോഴേക്കും ആൾ എണീറ്റു. അപ്പം ഞാൻ കുറച്ച് നേരം എൻ്റെ മേലെ ഇരുത്തി, കുറച്ച് കൊഞ്ചി. അവനെങ്ങനെ എന്താ പറയുക, അവനൊന്ന് ഓക്കെ ആവണ വരെ ഞാനിങ്ങനെ കൊഞ്ചിച്ച് കളിപ്പിച്ച് ഒക്കെ ഇരിക്കണം. അതിൻ്റെ മേലെ ഇരുത്തുമ്പോൾ അവൻ പറയുന്ന സാധനമൊക്കെ ഞാൻ എടുത്തു കൊടുക്കണം. സ്പൂണ് വേണം അവന്, എല്ലാം വേണം അവന്. അവൻ എന്തൊക്കെ ചോദിക്കണം അതൊക്കെ എടുത്തു കൊടുത്തൊന്ന് കളിപ്പിച്ചാൽ അവൻ ഇത്തിരി എന്താ പറയുക ഹാപ്പി ആവുള്ളൂ. ആ ഹാപ്പി ആയില്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാശിയായിരിക്കും, കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ നേരം കൊഞ്ചിച്ചിട്ടേ ഞാൻ പിന്നെ അവനെ റൂമിലേക്ക് കൊണ്ടുപോകാറുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും രസ്ന ചേച്ചിയും കുട്ടികളൊക്കെ കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. നല്ല രസമായിരുന്നു, കാരണം വെയിലൊക്കെ താന്ന്. ഞങ്ങൾ ഏതാണ്ട് ഒരു 5:30-5:45 ഇറങ്ങിയത്. പക്ഷേ നല്ലോണം വെയിൽ താന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോനെക്കുറിച്ച് അറിയാമല്ലോ, അതൊരു ഭാഗത്ത് നിൽക്കില്ല, മര്യാദയ്ക്ക് നടക്കില്ല. എപ്പോൾ വിട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഓടാം എന്നുള്ളൊരു ലെവലിലാണ് അവൻ്റെ നടത്തം. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തന്നെ കുറച്ച് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പുല്ലിൻ്റെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ അങ്ങനെ പോയി ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റും. എന്താ പറയുക, വണ്ടികളൊക്കെ പോകുന്നത് കാണാം. മൊത്തം ചുറ്റും നോക്കി ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം. നല്ല രസമാണ് അവിടെ പോയി ഇരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോയി ഇരുന്ന് അവനെക്കുറിച്ച് അവിടെ ഓടാനും വിട്ടു. കുട്ടു നോക്കും അവനെ, എന്നാലും അവൻ ഇത്തിരി ഒതുങ്ങി നിൽക്കാത്തൊരു കുട്ടിയായതുകൊണ്ട് ഞാൻ തന്നെ അവനെ നോക്കണം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ്സ് വരുന്നവരെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് കേട്ടോ പോയത്. ഇങ്ങനെ വണ്ടികളൊക്കെ നോക്കി സംസാരിച്ച് അങ്ങനെ ഇരിക്കുക. അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ വിളിച്ചു. അമ്മയോടും കുറച്ച് നേരമൊക്കെ കത്തി വെച്ചിട്ട് അങ്ങനെ രാത്രിയിലത്തെ ഡിന്നർ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. ഓക്കെ, അതായിരുന്നു അന്നത്തെ ഒരു ഡേ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ നാൾക്ക് ശേഷം എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ ഒരു പോരായ്മകൾ വീഡിയോയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കാം, നമുക്കിങ്ങനെ ചെയ്ത് വരുമ്പോൾ വീണ്ടും ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.